അപ്പോൾ ഈ ഗുരുപൂർണിമ ദിവസത്തിൽ ഇവിടെ നിങ്ങളിന്ന് എത്തിയത് ഗുരുവിനെ കാണാനും അതുപോലെ ഗുരുവിൻ്റെ അനുഗ്രഹം ലഭിക്കാനും വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ദിവസം ഗുരുപരമ്പരയുടെ അല്ലെങ്കിൽ ഗുരു പാരമ്പര്യത്തിന്റെ ദിവസം കൂടിയാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. അപ്പൊ ഇവിടെ എത്തുന്ന ആളുകൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഭാഗ്യവാന്മാരാണ് പറയുന്നത്. ഭാരതം ഋഷീശ്വരന്മാരുടെയും സന്യാസിമാരുടെയും ഗുരുക്കന്മാരുടെയും പുണ്യഭൂമിയാണ്. ഈ പുണ്യഭൂമിയിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ച നമ്മൾ അതിനേക്കാൾ യഥാർത്ഥത്തിൽ ഭാഗ്യവാന്മാർ. നമ്മുടെ ലോകം മുഴുവൻ ഇന്ന് ഭാരതത്തെ ഉറ്റുനോക്കുന്നത് നമ്മുടെ ഈ പൂർവസൂരികൾ നമുക്ക് തന്നിട്ടുള്ള, മനുഷ്യരാശിക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന്റെ ഫലമാണ്. ലോകം മുഴുവൻ ഇന്ന് ആ പൂർവസൂരികളുടെ അനുഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ഈ ഭാരതത്തെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്. നിങ്ങൾക്കറിയാം, ഭാരതം ഇന്ന് മുമ്പത്തേക്കാൾ അധികം ആത്മീയ പുരോഗതി ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പഴയ കാലത്തെ അപേക്ഷിച്ച് ഇന്നത്തെ ഈ വർത്തമാന കാലത്തില് ഭാരതം ആത്മീയ പുരോഗതി വല്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഇന്ന് ഭാഗ്യവശാൽ ഇവിടെ ദീക്ഷ ലഭിച്ച ആളുകളുമുണ്ട്, ദീക്ഷ ലഭിക്കാൻ പോകുന്ന ആളുകളുമുണ്ട്. ഇത് രണ്ടിന്റെയും കൂടെ സമന്വയമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ ദിവസം. ഈ വ്യാസപൂർണിമ എന്ന് പറയുന്ന ഗുരുപൂർണിമ വ്യാസപൂർണിമയാണ്. വ്യാസൻ യഥാർത്ഥത്തിൽ എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരുവാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ടാണ് ഈ വ്യാസന്റെ ജന്മദിനം ഗുരു പൂർണിമയായിട്ട് തന്നെ നമ്മൾ കൊണ്ടാടും. ദീക്ഷാ ദിനത്തിൽ അപ്പൊ നിങ്ങൾക്കൊക്കെ ദീക്ഷ കിട്ടിയിട്ടുണ്ടാവും. എന്നാലും നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ, യഥാർത്ഥത്തിൽ എന്താണ് ദീക്ഷ എന്ന് നിങ്ങൾ പഠിച്ചതിന് ശേഷം ആണ് നിങ്ങൾ ദീക്ഷ എടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മുടെ ദീക്ഷിതർക്ക് അത് എങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന ബോധമില്ലാത്തതിന്റെ ഒരു കാര്യം, ഗുരുവിന്റെ കൂടെ മിക്കവാറും സമയങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ആശ്രമത്തിലെ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും, ഈ മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഗുരുവിന്റെ കൂടെ നിൽക്കാത്തതിന്റെ തിക്തഫലങ്ങളാണ് ഗുരു എന്താണെന്നും ഗുരുപരമ്പര എന്താണെന്നും എന്തിനാണ് ഗുരുവിനെ സമീപിക്കുന്നതെന്നും അറിയാതെ ദിശാബോധം നഷ്ടപ്പെട്ട് ഉഴലുന്ന അവസ്ഥ പല ദീക്ഷിതർക്കും വരുന്നത്. ഗുരുവിനെ മനസ്സിലാക്കാത്ത, ഗുരുപരമ്പരയെ മനസ്സിലാക്കാത്ത ഒരുപാട് ആളുകൾ ജീവിക്കുന്ന ഒരു ഭൂമി കൂടെയാണിത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന തത്വം, ശിഷ്യന്മാർ 3 വിധത്തിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 3 വിധത്തിലാണ് ശിഷ്യന്മാരുള്ളത്. നീചം, മധ്യമം, ഉത്തമം. ഈ 3 വിധത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ശിഷ്യന്മാരെ യഥാർത്ഥത്തിൽ. നമ്മൾ ഒരു ദിവസം ഒരു ഗുരുവിനെ സമീപിക്കുകയും അപാരമായ ഭക്തി പ്രകടിപ്പിക്കുകയും അപാരമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ഇടതും വലതും നോക്കാതെ ഒന്നും ചിന്തിക്കാതെ പെട്ടെന്ന് എനിക്ക് ദീക്ഷ വേണമെന്ന് ഒരു തോന്നൽ, ഒരു ഉൾവിളി ഉണ്ടാവുകയും ഗുരുവിനോട് അപാരമായ സ്നേഹം കാണിക്കുകയും അങ്ങനെ സ്നേഹം കാണിക്കുന്നത് വഴി ഗുരുവിനെ കെട്ടിപ്പിടിക്കുകയും
സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയും പോകുന്ന സമയത്തൊക്കെ കരയുകയും പോയി കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു വരാൻ മനസ്സ് വെമ്പുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അപ്പൊ അവർക്ക് പെട്ടെന്ന് ദീക്ഷ കൊടുത്ത്, ഗുരു ദീക്ഷ കൊടുത്ത് അവരുടെ ആഗ്രഹം സഫലീകരണത്തിന് വേണ്ടി ഗുരുവിന് എല്ലാ കാര്യവും ദീക്ഷ കൊടുക്കുമ്പോൾ അറിയാമെങ്കിലും അവർക്ക് അവരുടെ ആഗ്രഹപ്രകാരം ഗുരു ദീക്ഷ കൊടുക്കുകയും ദീക്ഷ കിട്ടിക്കഴിയുന്ന നിമിഷം, ദീക്ഷ കിട്ടിക്കഴിയുന്ന നിമിഷം മുതൽ അവരുടെ ഭക്തി താഴ്ന്നു പോവുകയും അവരുടെ സ്നേഹം കുറയുകയും അവരുടെ വരവ് കുറയുകയും ഗുരുവിന്റെ സമീപത്ത് എത്താൻ കഴിയാതെ വരികയും ചെയ്യുന്ന വ്യക്തികളുണ്ട്. അവരെ നമ്മൾ ആദിയോഗ്യർ എന്നാണ് വിളിക്കുക. ആദിയോഗ്യർ. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഗുരുവിന്റെ അടുത്തെത്താൻ പിന്നീട് പ്രയാസമായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ദീക്ഷ കിട്ടിയതിന് ശേഷമാണ് ഇതില്. അതാണ് 3ആയി തരംതിരിച്ചിട്ടുണ്ട് ശിഷ്യന്മാരെ എന്ന് പറയുന്നത്: നീചം, മധ്യമം, ഉത്തമം. അങ്ങനെ ആദ്യത്തെ വിഭാഗക്കാർ ഇതാണ്. രണ്ടാമത്തെ വിഭാഗക്കാരാണ് വലിയ ഭക്തിയൊന്നും പ്രകടിപ്പിക്കാതെ, അവരിൽ വലിയ ആത്മീയ ചൈതന്യമൊന്നും ഉണ്ടാവാതെ ഒരു ഗുരുവിനെ സമീപിക്കുകയും ഗുരുവിനെ കണ്ടതിന് ശേഷം പിന്നീട് അവർക്ക് ദീക്ഷ വേണമെന്ന ഉള്ളിലുള്ള ആഗ്രഹം പുറത്തേക്ക് വരികയും അവർ സാവധാനത്തിൽ ഗുരുവിനെ പഠിച്ച് ഗുരുവിനെ മനസ്സിലാക്കി ഗുരുവിനെ ചെറിയ രീതിയിലൊക്കെ ചോദ്യം ചെയ്തും അവർക്ക് ഗുരു അവരുടെ ആഗ്രഹപ്രകാരം ദീക്ഷ കൊടുക്കും. അങ്ങനെ ദീക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് ആത്മീയ പുരോഗതി ഉണ്ടാവുകയും പെട്ടെന്ന് ഈശ്വര ചൈതന്യം അവരിൽ വർദ്ധിക്കുകയും പിന്നീട് അവർ ഗുരുവിന്റെ പാദങ്ങളെ പിന്തുടർന്ന് ഗുരുപരമ്പരയിലേക്ക് നടന്നു പോവുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളെ, അത്തരം ആളുകളെ നമ്മൾ പല സ്ഥലത്തും കാണാം. ആദ്യകാലങ്ങളിൽ അവർ വലിയ ഭക്തി പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിലും അവർ പിന്നീട് ഒരു ഗുരു സാന്നിധ്യത്താൽ ഗുരുവിന്റെ അടുത്തിരുന്ന് അവർ പിന്നീട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും വലിയ തോതിൽ വിജ്ഞാനം സമ്പാദിക്കുകയും ചെയ്യുന്നവരാണ് അവർ. അവരെ നമ്മൾ വിളിക്കുന്നത് മധ്യയോഗ്യർ എന്നാണ്. മധ്യയോഗ്യർ. മൂന്നാമത്തെ ആളുകൾ തുടക്കത്തിൽ യാതൊരുവിധ ആത്മീയ ബോധവും അർപ്പണബോധവും ഇല്ലാതെ വന്നു മധ്യകാലത്തിൽ ശ്രദ്ധയുണ്ടായി വളരെ കഴിഞ്ഞ് ആത്മീയ ബോധം വളർന്ന് പൂർണ്ണമായി ആത്മീയതയിൽ മുഴുകുന്നവർ അന്തയോഗ്യർ എന്നറിയപ്പെടുന്നു. ഇവരെ ജ്ഞാനികൾ എന്ന് പറയപ്പെടുന്നു. അങ്ങനെ അവരൊരു ഗുരുവിനെ സമീപിക്കുന്ന സമയത്ത് തന്നെ ആ ഗുരുവിന് തന്നെ തോന്നും ഇവർ ദീക്ഷിതൻ ആവാൻ ദീക്ഷയ്ക്ക് അർഹരാണെന്ന്. അവർ ദീക്ഷയ്ക്ക് അർഹരാണെന്ന് തോന്നും. ഗുരു തന്നെ അവർക്ക് ദീക്ഷ കൊടുക്കും. അങ്ങനെ ഗുരുവിൽ നിന്ന് ദീക്ഷ ലഭിച്ചാൽ, ദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ വിജ്ഞാനികളായ അവർ പിന്നീട് ജ്ഞാനികളാവുന്നത് കാണാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗുരുവിനെ സമീപിക്കുന്ന സമയത്ത് ഗുരു എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഗുരുവിനെ ചോദ്യം ചെയ്താൽ പോലും കുഴപ്പമില്ല ആദ്യകാലങ്ങളിൽ. പക്ഷേ പല ആളുകളും ഗുരുവിനെ മനസ്സിലാക്കുന്നത് ദീക്ഷ ലഭിച്ചതിന് ശേഷം മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടാണ്. മറ്റുള്ള ആളുകൾ, പുറമേ നിന്നുള്ള ആളുകൾ ഗുരുവിനെ കുറിച്ച് പറയുന്നതാണ് അവരുടെ വിശ്വാസം. അത് ഏറ്റവും മോശമായ ചിന്തകളാണ്.
ഒരു ഗുരുവിനെ നേരിട്ടറിയാൻ ഗുരുവിനോടാണ് ചോദിക്കേണ്ടത്, മറ്റുള്ളവരോടല്ല. ഗുരുവിനെ മനസ്സിലാക്കാൻ ഗുരുവിന്റെ കൂടെ നടക്കണം. അല്ലാതെ മറ്റുള്ള ആളുകൾ പറഞ്ഞ് നിങ്ങൾ ഒരു ഗുരുവിനെ കുറിച്ച് അറിഞ്ഞാൽ അത് 100% അസത്യമായിരിക്കും. കാരണം ഗുരുവിനെ അളക്കാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ജനിച്ചിട്ടില്ല. ഒരു ഗുരുവിനെ, നമ്മുടെ ഗുരുപരമ്പരകളെ അളക്കാൻ ഇതുവരെ ഒരു മനുഷ്യരും ലഭിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഭഗവാനായിട്ടുള്ള നിത്യാനന്ദ സ്വാമി ജീവിച്ചിരിക്കുന്ന സമയത്ത് ഭഗവാനാണെന്ന് അറിഞ്ഞതേയില്ല ആളുകൾ. സ്വാമിയെ പോകുന്ന സ്ഥലത്തൊക്കെ ഉപദ്രവിക്കുകയും കല്ലെടുത്തെറിയുകയും മാക്സിമം ഭഗവാനെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന ഒരു ജനസമൂഹം ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. അർത്ഥത്തിൽ ദൈവം തന്നെയാണെന്നും സാക്ഷാൽ ഭഗവാനാണെന്നും ജനങ്ങൾ മനസ്സിലാക്കിയത്. സമാധിയായ ഭഗവാനെയാണ് ഇപ്പോൾ ആളുകൾ, ഈ കല്ലെടുത്തെറിഞ്ഞ ആളുകൾ പൂജിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന സമയത്ത് പൂവുകൾക്ക് പകരം, പുഷ്പഹാരം അണിയിക്കുന്നതിന് പകരം കല്ലുകൊണ്ട് എറിഞ്ഞ് തല പൊട്ടിച്ച് തന്നെയാണ് കാണുന്നത്. എല്ലാവരും ആളുകൾ മഹാന്മാരായി വരുന്നത് പിന്നീട് നമ്മുടെ ഈ കാലഘട്ടത്തിലെ മൂല്യച്യുതി കൊണ്ടാണോ എന്നറിയില്ല. ആളുകൾ മഹാന്മാരാകുന്നത് മരിച്ചതിന് ശേഷമാണ്. അതിന്റെ കാരണം ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തിയും ഒരു മഹാനെയും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ ഒരവസ്ഥ. അപ്പൊ നമ്മളൊരു ഗുരുവിനെ എപ്പോഴും, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഒരു ഗുരുവിനെ സമീപിക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കാൻ, മനസ്സോടുകൂടി സ്വീകരിക്കാൻ തയ്യാറാവുന്ന നിമിഷം നിങ്ങളോട് നിങ്ങൾ കുറെ ചോദ്യം ചോദിക്കുകയും വിമർശനവും സ്വയംവിമർശനവും നിങ്ങൾ ഉൾക്കൊള്ളുകയും അതിനുശേഷം ഒരു ഗുരുവിനെ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ഉചിതമായ കാര്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊരു സംശയമുണ്ടെങ്കിലും എന്തൊരു കാര്യമുണ്ടെങ്കിലും നേരിട്ട് ഗുരുവിനോട് ചോദിക്കുകയും ആ ഗുരുവിൽ നിന്ന് വളരെ സത്യസന്ധമായ അഭിപ്രായം സ്വീകരിക്കുകയും ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ദിശാബോധമില്ലാതെ അലയേണ്ടി വരില്ല. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരുന്നവൻ തന്നെയാണ് ഗുരു. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഗുരു തന്നെ ദേവൻ, ദേവൻ തന്നെ ഗുരു എന്ന് പറയുന്നത്.